ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് മുൻപ് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനുമെതിരെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങളൊക്കെ അതിനകത്ത് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു നാരേറ്റീവ്, അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ അന്ന് നിറഞ്ഞതാണ്. ഒരു കുറച്ചും കൂടി ഒരു ഇമോഷണലി ഒരു കൺട്രോൾഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതിന് ശരിക്കും സത്യം എന്തായിരുന്നു? സത്യം അവർക്ക് കേരളത്തിലല്ലേ, കേരളത്തിൽ ഇത് പറഞ്ഞില്ലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിന് രണ്ട് വശം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, അപ്പം നമ്മളൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരാളുടെ കാഴ്ചപ്പാട് ചിലപ്പം അവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും, അവരുടെ വീട്ടിൽ എന്തായിരിക്കും അവരുടെ പ്രവർത്തന ശൈലി, അതായിരിക്കും നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പം അവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സാക്ഷി അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ പിതാവിന് ആ കാര്യം അറിയാം. അപ്പം എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി ആ കാര്യം. കാരണം എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ഞാൻ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ചികിത്സ എങ്ങനെ നിഷേധിക്കുമെന്നാണ് പറയുന്നത്? എങ്ങനെ ചികിത്സ നിഷേധിക്കുമെന്നാണ് പറയുന്നത്? ജർമ്മനിയിൽ 2 പ്രാവശ്യമാണ് കൊണ്ടുപോയത്, അമേരിക്കയിൽ 1 പ്രാവശ്യമാണ് പോയത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ചികിത്സ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ വന്ന് ചെയ്യാമെന്ന് വെച്ചു. കേരളത്തിൽ വന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാണ് അദ്ദേഹത്തിന് ഡെങ്കു വന്ന് അസുഖമായി മാറിയത്. അത് കഴിഞ്ഞ് ഒരു വിദഗ്ധമായ ചെക്കപ്പിന് ജർമ്മനി ചെന്നപ്പോൾ അസുഖം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അസുഖം എന്താണെന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിലാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നത്. കുടുംബം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സമയം, മനപ്രയാസത്തിൽ നിൽക്കുന്ന സമയം, ഈ തരത്തിലുള്ള കഥകളും ഒക്കെ പുറത്തൊക്കെ വരുമ്പോൾ അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. 100%. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് മാറ്റേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ഒരു ചാനൽ വളരെ മോശമായ രീതിയിൽ വാർത്ത കൊണ്ടുവന്ന് വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വാർത്ത കൊണ്ടുവന്ന് ആ വ്യാജ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് പ്രചരണം നടത്തി അവസാനം മറ്റുള്ള കുടുംബത്തിലെ അംഗങ്ങൾ ചിലർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നവരെ സാഹചര്യം ഒരുക്കി അദ്ദേഹത്തെ ഞാനിത് അറിയിച്ചു. ഞാൻ അറിയിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 3 പ്രാവശ്യം അത് ചോദിച്ചു, കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിന്. ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും ആ തരത്തിലുള്ള ഒരു ആക്രമണം രാഷ്ട്രീയപരമായി നടത്തിക്കൊണ്ട് വലിയ ഉണ്ടാകും എന്ന് കരുതുന്നില്ല. അങ്ങനെ നിങ്ങൾ കുടുംബം കരുതുന്നുണ്ടോ? അല്ല, അതിനകത്ത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മനസ്സാക്ഷി മരവിച്ചു പോയ ചിലർ ചെയ്യുന്ന പ്രവർത്തനം. അവർക്കൊരു സുഖമുണ്ട്, ആ ഒരു സുഖം അവർ കണ്ടെത്തി.